നമ്മൾ കോങ്കണ്ട് കണ്ട് നോക്കിക്കോണം അവരെ എങ്ങോട്ട് തിരിയാനാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ ക്ലിക്ക് ആയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ഡൺ. നമ്മുടെ വെരിഫിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ്റെ ഫസ്റ്റ് പാർട്ട്, അതായത് നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആയി നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് പിന്നീട് അതിനെ ആഡ്സെൻസ് അക്കൗണ്ടുമായി കണക്ട് ചെയ്ത് പിന്നെ യൂട്യൂബ് നമ്മുടെ ചാനലിനെ കംപ്ലീറ്റ്ലി റിവ്യൂ ചെയ്ത് ആ മോണിറ്റൈസേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മസ്റ്റായിട്ട് ആ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ അക്കൗണ്ടിൽ ഒരു $10 കയറുമ്പോഴാണ് നമുക്ക് ഈ ID വെരിഫിക്കേഷൻ ചെയ്യാൻ യൂട്യൂബ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നോക്കാൻ എനിക്ക് $10 ഓൾറെഡി കയറിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് ആഡ്സെൻസിൽ നിന്ന് നമുക്കൊരു മെയിലും വന്നിട്ടുണ്ടായിരിക്കും നമ്മുടെ ഈ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ നോക്കാം, ഇതേപോലെ ആയിരിക്കും ആ മെയിൽ വന്നിരിക്കുന്നത്. ഇവിടെ മുകളിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി ഓൺ യുവർ ആഡ്സെൻസ് അക്കൗണ്ട്. എന്നിട്ട് അവർ താഴെ പറയുന്നുണ്ട്, യു വിൽ നീഡ് ടു വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി വിത്തിൻ 45 days ടു കണ്ടിന്യൂ മോണിറ്റൈസിങ് ആൻഡ് റിസീവിംഗ് പേയ്മെന്റ്സ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ മെയിൽ കിട്ടിയതിന് ശേഷം 45 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളെ ഈ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണമെന്നാണ് അവർ ഈ മെയിലിലൂടെ പറയുന്നത്. എന്തിനാണ് 45 ദിവസം വെയിറ്റ് ചെയ്യുന്നത്? നമുക്ക് ഇപ്പം തന്നെ ചെയ്തേക്കാം. ഇതിനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോമിലേക്ക് പോവുക. ഗൂഗിൾ ക്രോമിൽ നമ്മൾ ആഡ്സെൻസ് അല്ലെങ്കിൽ ആഡ്സെൻസ് ലോഗിൻ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യുക. ഇവിടെ നോക്ക്, ഗൂഗിൾ ആഡ്സെൻസിൻ്റെ ആ സൈറ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ലോഗിൻ എന്നും പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കാം, നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ജിമെയിൽ ഐഡികളും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഏത് ജിമെയിൽ ഐഡിയിലാണോ നമ്മുടെ ഈ ആഡ്സെൻസ് ഉള്ളത്, ഇവിടെ നിങ്ങൾ ശരിക്കും ഓർത്ത് വയ്ക്കുക. നമ്മൾ ഈ മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഏത് ജിമെയിൽ ഐ ഡി യൂസ് ചെയ്താണോ നമ്മൾ ആ ആഡ്സെൻസിനെ ലിങ്ക് ചെയ്തിട്ടുള്ളത്, ആ ജിമെയിൽ ഐ ഡി നമ്മളിവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ജിമെയിൽ ഐ ഡി ഞാൻ ഏതിനാണോ ആഡ്സെൻസിൽ കൊടുത്തിട്ടുള്ളത് ആ ജിമെയിൽ ഐ ഡി ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നോക്കാം, എൻ്റെ ആഡ്സെൻസ് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് 2 നോട്ടിഫിക്കേഷനും കാണിക്കുന്നുണ്ട്. ആദ്യത്തെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് യുവർ പേയ്മെൻറ്റ്സ് ആർ കറൻ്റ്ലി ഓൺ ഹോൾഡ്, ആക്ഷൻ ഈസ് റിക്വയർഡ് ടു റിലീസ് പേയ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു നോട്ടിഫിക്കേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ആക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അത് നമ്മളിപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നില്ല. അതിൻ്റെ തൊട്ട് താഴെ നോക്കുക, ഒരു നോട്ടിഫിക്കേഷൻ കൂടെ ഉണ്ട്. അത് നമ്മുടെ US ടാക്സ് ഫോം ഫില്ലപ്പ് ചെയ്യാനുള്ള ആ ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പോൾ ആർക്കെങ്കിലും നോട്ടിഫിക്കേഷൻ വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് 3 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കുക, താഴെയായിട്ട് 2 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. പേയ്മെൻറ്റ്സ് ഇൻഫോ, അതിൻ്റെ താഴെയായിട്ട് വെരിഫിക്കേഷൻ ചെക്ക്. ഇവിടെ നമ്മൾ വെരിഫിക്കേഷൻ ചെക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് വെരിഫൈ നൗ, 2 യൂസ് ID ആൻഡ് മെയിൽ പിൻ വെരിഫിക്കേഷൻ. ഇതിൽ കുറച്ച് നാൾ മുമ്പ് വരെ ഒരേ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. അത് യൂസ് ID ആൻഡ് മെയിൽ പിൻ വെരിഫിക്കേഷൻ ആയിരുന്നു. അതായത് നമ്മുടെ ഐഡിയും അഡ്രസ് പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഏത് അഡ്രസ്സിലാണോ കൊടുക്കുന്നത് ആ അഡ്രസ്സിലേക്ക് ബൈ പോസ്റ്റ്, ഇന്ത്യ പോസ്റ്റ് വഴി നമുക്കൊരു പിൻ വരുമായിരുന്നു. ആ പിൻ പിന്നെ നമ്മൾ ഈ ആഡ്സെൻസിൽ കൊടുക്കുമ്പോഴായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഇതിനെക്കുറിച്ച് അവർ തന്നെ ഇവിടെ പറയുന്നത് ഇറ്റ് ടേക്സ് 2 to 4 weeks എന്നാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യ പോസ്റ്റ് അല്ലേ, അവർ പറയുന്ന സമയത്തൊന്നും ഈ പിൻ നമ്മുടെ കയ്യിൽ എത്തത്തില്ല. ഇതേ രീതിയിൽ മോണിറ്റൈസ് ചെയ്തിട്ടുള്ളവർക്കറിയാം അവരുടെ കയ്യിൽ ഈ പിൻ എത്താനായിട്ട് അവർ 1 മാസം കാത്തിരുന്നോ അതോ 2 മാസം കാത്തിരുന്നോ എന്നുള്ളത്. അതുകൊണ്ട് ഈ കാണുന്ന പുതിയ ഓപ്ഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ID വെരിഫൈ ചെയ്ത് നമ്മുടെ ഫേസ് സ്കാനിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ചാനൽ അങ്ങ് വെരിഫൈ ആവുകയാണ്. പിന്നീട് ഒരു പിന്നിന് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിവിടെ വെരിഫൈ നൗവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, റീഡയറക്റ്റിംഗ് യു ടു പെർസോണ. ഈ പെർസോണ എന്ന് പറയുന്ന ഈ ഏജൻസി വഴിയാണ് നമ്മുടെ ഈ വെരിഫിക്കേഷൻ വളരെ പെട്ടെന്ന് നടക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ബിഗിൻ വെരിഫൈങ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ചോദിക്കുന്നത് വാട്ട് കൺട്രി ഈസ് യുവർ ഗവൺമെൻറ് ID ഫ്രം. അത് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന നമ്മുടെ ID പ്രൂഫ് അത് ഏത് രാജ്യത്തെയാണ്. അത് നമ്മുടെ ഇന്ത്യയാണ്. ബൈ ഡിഫോൾട്ട് ഇവിടെ ഇന്ത്യ വന്നിട്ടുമുണ്ട്. ഇനി നമ്മളിവിടെ സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ അപ്ലോഡ് ഫോട്ടോ ID. ഇപ്പോൾ ഏതൊക്കെ ഫോട്ടോ ID കൊടുക്കാം എന്നുള്ള ലിസ്റ്റ് അവരിവിടെ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം, നാഷണൽ ID കൊടുക്കാം, പാൻ കാർഡ് കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം, വോട്ടർ ID കാർഡ് കൊടുക്കാം. ഏത് ID ആണോ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് ആ ID പ്രൂഫ് കയ്യിലെടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ ഏത് ID കൊടുക്കുന്നോ ആ IDയെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ കൊടുക്കാൻ പോകുന്ന ID പ്രൂഫ് എൻ്റെ പാസ്പോർട്ടാണ്. അതുകൊണ്ട് ഞാൻ പാസ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നോക്കുക, ഒരു ക്യാമറ ഐക്കോൺ ഉണ്ട്. നമ്മൾ ഈ ക്യാമറ ഐക്കോണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഈ പെർസോണ ആപ്ലിക്കേഷന് നമ്മുടെ മൊബൈൽ ക്യാമറ യൂസ് ചെയ്യണം. കാരണം നമ്മുടെ ഈ ID പ്രൂഫ് സ്കാൻ ചെയ്യേണ്ടതാണ്, നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ക്യാമറ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. എന്നോട് എൻ്റെ പാസ്പോർട്ട് കറക്റ്റായിട്ട് വെക്കാനാണ് അവർ പറയുന്നത്. നിങ്ങൾ ഏത് ID പ്രൂഫ്
ആണോ സെലക്ട് ചെയ്യുന്നത് ആ ഐ ഡി പ്രൂഫ് കറക്റ്റായിട്ട് വെച്ച് ആ ക്ലിയർ ഫോട്ടോ എടുക്കാനായിട്ട് അവർ പറയും. ഇവിടെ നോക്ക്, നമുക്ക് എവിടെ ക്ലിക്ക് ചെയ്തൊരു ഫോട്ടോ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഐ ഡി പ്രൂഫ് ഈ ക്യാമറയുടെ അടിയായിട്ട് പിടിച്ച ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്ന രീതിയിൽ നമ്മൾ ആ ഐ ഡി പ്രൂഫ് പിടിച്ചു കൊടുത്താൽ മാത്രം മതി. ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്ന ഒരു സമയത്ത് ഈ ആപ്ലിക്കേഷൻ തന്നെ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തെടുത്തോളും. ഇവിടെ നോക്ക്, അവർക്ക് എൻ്റെ ഐ ഡി പ്രൂഫിൻ്റെ ഒരു ക്ലിയർ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ 2 ഓപ്ഷൻസ് ചോദിക്കുന്നുണ്ട്. യൂസ് ദിസ് ഫോട്ടോ, അതായത് ഈ ഫോട്ടോ യൂസ് ചെയ്യണോ, അതോ റീടേക്ക് ഓഫ് ഫോട്ടോ, അതോ മറ്റൊരു ഫോട്ടോ എടുക്കണോ. അപ്പോൾ അവർക്കൊരു ക്ലിയർ ഫോട്ടോ കിട്ടിയതുകൊണ്ടാണ് അവർ ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്തത്. മാത്രമല്ല ഈ ഫോട്ടോ ക്ലിയറുമാണ്. അതുകൊണ്ട് ഞാനിവിടെ യൂസ് ദിസ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്ക്, അപ്ലോഡിംഗ് എന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഐ ഡി പ്രൂഫിൻ്റെ ഈ ഫോട്ടോ അവരിപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, പ്രോസസ്സിംഗ് ഐ ഡി, അതായത് നമ്മളിപ്പോൾ കൊടുത്ത ഐ ഡി പ്രൂഫിൽ നിന്ന് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ എടുക്കുകയാണ്. ഇവിടെ നോക്കുക, എൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും കറക്റ്റായിട്ട് അവർ എടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടോ എന്നുള്ളത്. അഡ്രസ്സ് മാത്രം അവർ എടുത്തിട്ടില്ല. ഞാൻ പാസ്പോർട്ടാണ് കൊടുത്തത്, എന്നിട്ട് പോലും പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് മാത്രമേ അവർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അഡ്രസ്സ് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഐ ഡി പ്രൂഫിലുള്ള സെയിം അഡ്രസ്സ്. അതേപോലെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഗൂഗിൾ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് കൊടുത്ത ആ അഡ്രസ്സ് കറക്റ്റായിട്ട് നമ്മളിവിടെ മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക, ലെറ്റസ് മേക്ക് ഷുവർ യു ആർ യു, അതായത് നമ്മൾ തന്നെയാണോ എന്നുള്ളത് ഷുവർ ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നമ്മുടെ ഒരു ഫേസ് വെരിഫിക്കേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യം നമ്മൾ ഇതുപോലെ ക്യാമറ സ്ട്രേറ്റ് പിടിച്ച് നമ്മൾ ക്യാമറയിലേക്ക് നോക്കുക. അതിനുശേഷം അവർ പറയും സ്ലൈറ്റ്ലി ലെഫ്റ്റ്, നമ്മളൊന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കൊടുക്കുക. പിന്നെ അവർ പറയും സ്ലൈറ്റ്ലി റൈറ്റ്, നമ്മളൊന്ന് റൈറ്റ് തിരിഞ്ഞു കൊടുക്കുക. നമ്മൾ കോങ്കണ്ട് കണ്ട് നോക്കിക്കോണം അവരെങ്ങോട്ട് തിരിയാനാണ് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ ക്ലിക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം നോക്കുക, വെരിഫൈങ് എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ഡൺ. നമ്മുടെ വെരിഫിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഡണ്ണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, ഐഡന്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ്, അതായത് നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ആരും പിന്നിന് വേണ്ടി കാത്തിരിക്കേണ്ട. ഈ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡിനുള്ളിൽ തന്നെ നമ്മുടെ വെരിഫിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അക്കൗണ്ടിൽ ഡോളർ കയറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇനിയും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ US ടാക്സ് ഫോം എങ്ങനെ ഫില്ലപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം കറക്റ്റ് സമയത്ത് നമ്മൾ US ടാക്സ് ഫോം ഫില്ലപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡോളറിൽ നിന്ന് ഏതാണ്ട് 30% US ടാക്സിന്റെ പേരിൽ നമ്മുടെ ഡിഡക്റ്റ് ആയി പോകും. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.